മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എർത്തിൽ നിന്നും മറ്റു പ്ലാനറ്റുകളിലേക്ക് പോകുന്ന അവഞ്ചേഴ്സിന് ഓക്സിജൻ ഇല്ലാതെ എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നത്? അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ ടൈറ്റനിലേക്ക് എത്തപ്പെട്ട ടോണി സ്റ്റാർക്ക്, പീറ്റർ പാർക്കർ, ഡോക്ടർ സ്ട്രേഞ്ച് ഇവരൊക്കെ എങ്ങനെയാകാം ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്തത്? ഒരുപക്ഷെ എർത്തിലെ പോലെ ടൈറ്റനിലും ഓക്സിജൻ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ടൈറ്റൻ എന്ന പ്ലാനറ്റിനെ മാറ്റി നിർത്തിയാൽ MCUവിലെ പല മൂവീസിലും സ്പേസിലെ പല പ്ലാനറ്റുകളിലും ഓക്സിജൻ വേണ്ടത്ര ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവഞ്ചേഴ്സ് പല പ്ലാനറ്റുകളിലേക്കും യാത്ര ചെയ്യുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഡെസേർട്ട് പോലെ കിടക്കുന്ന വോർമിയറിൽ പോലും ഓക്സിജൻ ഉള്ള പോലെയാണ് കാണിക്കുന്നത്. അറ്റ്ലീസ്റ്റ് സ്പേസിലെ സീൻസ് കാണിക്കുമ്പോൾ സ്പേസിൽ പോകുന്നവർക്ക് ഒരു പ്രത്യേക ഓക്സിജൻ ഗിയർ ഒക്കെ കൊടുക്കേണ്ടതല്ലേ? എർത്തിൽ മാത്രമല്ല സ്പേസിൽ ഉടനീളം ഓക്സിജൻ ലഭിക്കുന്നുണ്ടെന്നുള്ളത് മാർവൽ അറിഞ്ഞുകൊണ്ട് കാണിക്കുന്നതാണോ, അതോ ഈ കാര്യം മാർവലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്ക് ആണോ എന്നതാണ് എന്റെ ഡൗട്ട്. മാർവലിന്റെ ഒരൊറ്റ മൂവിയിലാണെങ്കിൽ നമുക്ക് പോട്ടെന്ന് വെക്കാം. എന്നാൽ ഇതിപ്പോ പല മൂവീസിലും കണ്ടതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം.